Good evening. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ അവിടെ റെക്ടിഫയർ സർക്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഓക്കെ, റെക്ടിഫയർ സർക്യൂട്ട്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മളവിടെ ഫിൽറ്റർ സർക്യൂട്ട്സുകളെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് ഫിൽട്രേഷൻ എന്ന പ്രോസസ്സും അതുപോലെ തന്നെ ഫിൽറ്റർ സർക്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ ഒരു വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, വോൾട്ടേജ് മൾട്ടിപ്ലയർ, അതായത് നമുക്ക് വോൾട്ടേജസ് മൾട്ടിപ്ലൈ അതായത് കൂടുതലാക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു മസ്കിറ്റോ ബാറ്റിനൊക്കെ നമുക്ക് അകത്ത് വരുന്ന ബാറ്ററി വന്നിട്ട് ഒരു 3 വോൾട്ട് ഒക്കെയാണ് വരുന്നത്. 3 വോൾട്ട് അല്ലെങ്കിൽ ഒരു 6 വോൾട്ട് സംതിങ് ആണ് അതിന്റെ ബാറ്ററി റേഞ്ച് വരുന്നത്. പക്ഷേ ആ മസ്കിറ്റോ ബാറ്റിലൊക്കെ നമ്മൾ ആ ഒരു മസ്കിറ്റോയെ കൊല്ലണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു 1000 കിലോ വോൾട്ട് ഒക്കെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മസ്കിറ്റോ നമുക്ക് അവിടെ കൊല്ലാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു അത്രയും പൊട്ടൻഷ്യൽ അവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് സർക്യൂട്ട് വേണ്ടി വരും, വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട്സ് വേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതിന്റെ സർക്യൂട്ടും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ദ വോൾട്ടേജ്, അതായത് സെനർ ഡയോഡ് ആൾസെ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ഒരു സെനർ ഡയോഡ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്താണ് സെനർ? ZENER ആണ്, ZENER. ഓക്കെ, സെനർ ഡയോഡ് അല്ലെ. വാട്ട് ഈസ് എ സെനർ ഡയോഡ്? എന്താണ് ഒരു സെനർ ഡയോഡ്? നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെനർ ഡയോഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ട് ഡയോഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് തൊട്ട് മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മളിവിടെ പഠിച്ചിരുന്നു, ഒരു ഡയോഡ് എന്ന് പറയുമ്പോൾ ഫോർവേഡ് ബയാസിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. ഫോർവേഡ് ബയാസിംഗ് ഒരു മിനിമം വോൾട്ടേജ് ഉണ്ട്, ആ ഒരു വോൾട്ടേജിൽ എന്ത് ചെയ്യും, അവിടെ കണ്ടക്ട് ചെയ്യും എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. അതേസമയം തന്നെ നമ്മൾ അതിന്റെ റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ നോക്കിയ സമയത്ത് അത്യാവശ്യം ഒരു വാല്യൂ എത്തുമ്പോൾ, റിവേഴ്സ് പീക്കിംഗ് ഒരു വോൾട്ടേജ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ അതിന്റെ വോൾട്ടേജസ് സ്റ്റെബിലൈസ്ഡ് ആകുന്നു എന്ന കണ്ടീഷൻസ് നമ്മളോട് പറഞ്ഞിരുന്നു. ഓക്കെ, വോൾട്ടേജ് അവിടെ പിന്നെ എന്ത് ചെയ്തില്ല, ഇൻക്രീസ് ചെയ്യത്തില്ല, കറണ്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം അത്. അപ്പോൾ ഇതിൽ ഈ സെനർ ഡയോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിവേഴ്സ് രീതിയിൽ അല്ലെങ്കിൽ റിവേഴ്സ് റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് എന്തെന്ന് പറയുന്നത്, സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ്, നോർമൽ ഡയോഡ് അല്ല. എന്താണ്? സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ്. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ്. ഇതിൽ നമുക്ക് ഈ ഒരു പേര് വന്നത് ഇതിന്റെ ഇൻവെന്ററിന്റെ പേരാണ്. ഓക്കെ, സെനർ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്, ഈ സെനർ ഡയോഡ് അവിടെ ഫാബ്രിക്കേഷൻസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഏത് റീജിയനിലാണ്? റിവേഴ്സ് ബയാസിംഗ് റീജിയൻ. റിവേഴ്സ് ബയാസ് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെനർ ഡയോഡ്സ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? സെനർ ഡയോഡ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് വിച്ച് ഈസ് വർക്കിംഗ് ഇൻ ദ റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ. ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗിൽ നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്, നമുക്കറിയാം ഇത് കറണ്ടിന്റെ ആക്സിസ് ആണ് കേട്ടോ, ഇത് വോൾട്ടേജിന്റെ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കും തോറും നോർമൽ ഡയോഡിൽ ഈ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുന്ന തോറും എന്ത് ചെയ്യും, അവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എത്തുന്ന സമയത്ത് പിന്നെ അവിടെ ബ്രേക്ക് ഡൗൺ മെക്കാനിസം സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ബ്രേക്ക് ഡൗൺ ആണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുന്നത്. അത് ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 1N4007 എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നോർമൽ ഡയോഡിൽ അത്യാവശ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും അറിയാമോ, ഇങ്ങനത്തെ ഒരു വോൾട്ടേജ് കൊടുക്കുവാണെങ്കിൽ അത് എന്ത് ചെയ്യും, അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. പക്ഷേ ഈ സെനർ ഡയോഡ് എന്ന് പറയുന്നത് അത്തരം മെക്കാനിസത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ നിർമ്മിച്ചിരുന്ന ഡയോഡാണ്. അതായത് എന്ത് ചെയ്യണം, സെനർ ഡയോഡ് എവിടെ വർക്ക് ചെയ്യത്തുള്ളൂ, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഡയോഡാണ് എന്ന് പറയുന്നത് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, സെനർ ഡയോഡ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ട്സിലൊക്കെ അവിടെ എന്തുണ്ട്, ആ റെക്ടിഫയർ സർക്യൂട്ട്സിലൊക്കെ അവിടെ നമുക്ക് അത്യാവശ്യം നല്ല വേരിയേഷൻസ് നമ്മൾ കണ്ടു. ആ വേരിയേഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സെനർ ഡയോഡ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, വി ക്യാൻ യൂസ് ദ സെനർ ഡയോഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഡയോഡ് നിർമ്മിക്കുമ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് എന്തായിരുന്നു, ഡോപ്പിംഗ് പ്രോസസ് ആണ്. എന്താണ് ചെയ്യുന്നത്, ഡോപ്പിംഗ് പ്രോസസ്. ഓക്കെ, ഡോപ്പിംഗ് പ്രോസസ് നമ്മളവിടെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഡോപ്പിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും? അത്യാവശ്യം കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുത്തും. ഓക്കെ, എന്ത് ചെയ്യും? കുറച്ച് വേരിയേഷൻസ് വരുത്തും. അപ്പോൾ അങ്ങനെ ഡോപ്പിംഗ് പ്രോസസ്സിൽ ചെറിയ വേരിയേഷൻസ് വരുത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെനർ ഡയോഡുകൾ നമ്മളവിടെ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വർക്ക് ചെയ്യും? ഫോർ എക്സാമ്പിൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെനർ ഡയോഡ് എന്ന് വെച്ചാൽ 6 വോൾട്ടിന്റെ സെനർ ഡയോഡ് ഉണ്ട്, 4 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് ഉണ്ട്. ഇങ്ങനെ പല റേഞ്ചസിലുണ്ട്. ഓക്കെ, അതെന്ന് വെച്ചാൽ അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? സെനർ ഡയോഡിലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യത്തില്ല. കറന്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ ഇതിന്റെ ഒരു ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഓക്കെ, ഇവിടുത്തെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്തെന്നറിയാവോ? അവിടുത്തെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ മാറ്റുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വേരി ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? ഇറ്റ് വിൽ ചേഞ്ചസ്. ഓക്കെ, അത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതില് നമുക്കൊരു ഹെവിലി ഡോപ്പിംഗ് ആണെങ്കിൽ, ഓക്കെ, മനസ്സിലായോ? സെനഡോൺ എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഒരു ബേസിക് ഐഡിയ. അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോ കേസ് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയാം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മളിപ്പോൾ ഹെവിലി ഡോപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഹെവിലി ഡോപ്പിംഗ് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും? ഇതിവിടെ ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ അവിടുത്തെ ഡിപ്ലീഷൻ ലെയർ എന്തായിരിക്കും? തിന്നായിരിക്കും. ഓക്കെ, ഡിപ്ലീഷൻ ലെയർ തിന്നായിരിക്കും. സോ ഡിപ്ലീഷൻ ലെയറിന്റെ തിന്നാവുന്ന സമയത്ത്, ഓക്കെ, ഡിപ്ലീഷൻ റീജിയൻ തിന്നാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലോവർ റിവേഴ്സ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും? ലോവർ റിവേഴ്സ് വോൾട്ടേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഡോപ്പിംഗ് കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ പേരിലാണ് സെനർ ഡയോഡ് അറിയപ്പെടുന്നത്. 6 വോൾട്ടിന്റെ സെനർ ഡയോഡ്, 5 വോൾട്ടിൻ്റെത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ദേ കണ്ടോ? ഈ കാണിച്ചിട്ടുള്ള എന്ത്? ഒരു സെനർ ഡയോഡ് എന്ന് പറയുന്നത്. കണ്ടല്ലോ? നമ്മൾ നോർമൽ ഡയോഡ് ഒരു ബ്ലാക്ക് കളർ അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് കളർ അല്ല, അത്യാവശ്യം വേറൊരു കളർ കോട്ടിംഗ് ഉണ്ട്. ഒരു ഗ്ലാസ് കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ സൈഡിൽ അവിടെ നമ്പർ കോഡിങ്സ് ഒക്കെ ഉണ്ട്. കോഡിങ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് വാല്യൂ ആണ് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്പേഴ്സ് അറിയുന്നത് എല്ലാം നമുക്ക് ഇതിന്റെ ഡാറ്റ ഷീറ്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, 6 വോൾട്ടിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ? 6 വോൾട്ടിന്റെ സെനർ ഡയോഡ് നമുക്ക് അവിടെ കിട്ടും. കണ്ടോ? ഇതൊക്കെ 6 വോൾട്ട് സെനർ ഡയോഡ് ആണ്. പിന്നെ ഈ ഒരു രീതിയിലും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസ് ടൈപ്പ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ വരുന്ന സെനർ ഡയോഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു 5.6 വോൾട്ടിനാണ്. 1944734 നമ്പർ തന്നിട്ടുള്ളത് 5.6 വോൾട്ടിന്റെ. അങ്ങനെ പല റേഞ്ചസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെനർ ഡയോഡ്സ് അവൈലബിൾ ആണ് കേട്ടോ, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ SMD കമ്പോണന്റ് ആയിട്ടുള്ള 5.6 വോൾട്ട് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കാം. എനിക്ക് 5.6 വോൾട്ട് വേണം ഔട്ട്പുട്ടിൽ. പക്ഷേ വോൾട്ടേജ് 6 വോൾട്ട് ആവുന്നു, ചില സമയത്ത് 5 വോൾട്ട് ആവുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ഇത് അവിടെ മാറ്റും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യും? നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ? ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ മാറ്റുന്നതിന് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മാറുന്നുണ്ട്. അപ്പോൾ ലോ ഡോപ്പിംഗ് ആണെങ്കിൽ, ഓക്കെ, അതായത് ഡോപ്പിംഗ് അവിടെ ഹെവിലി ഡോപ്പിംഗ് ആണെങ്കിൽ, ഓക്കെ, ഹെവിലി ഡോപ്പിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ നമുക്ക് ലോ വോൾട്ടേജ് റേഞ്ച് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഹെവിലി ഡോപ്പിംഗ് ആണെങ്കിൽ ലോവർ റിവേഴ്സ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഇനി ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ, ഓക്കെ, ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിലോ? ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ അവിടെ എന്ത് പറ്റും? ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ അതിനവിടെ ഹയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഹയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെച്ച് വെക്കുക. നമുക്ക് ലോവർ ഡോപ്പിംഗ് ആണെങ്കിൽ എന്ത് പറ്റും? ലോവർ ഡോപ്പിംഗ് മീൻസ് ലൈറ്റ്ലി ഡോപ്ഡ്. ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ ഹയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും. ഇനി ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ, അത് കൂടുതൽ ഡോപ്പിംഗ് കൂടുന്നതനുസരിച്ചിട്ട് വോൾട്ടേജ് റേറ്റിംഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഒരു സെനഡയോടെ ഡിഫറെന്റ് വോൾട്ടേജ് റേറ്റിംഗ്സ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ശരിക്കും ഈ ഒരു ഓർഡിനറി ഡയോഡ് നമ്മൾ പ്രോപ്പർലി ഡോപ്ഡ് ആക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 5.6 വോൾട്ട് ഒക്കെ. അപ്പോൾ അത്രയും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അത്രയും ഒരു മൈക്രോ റേഞ്ചിൽ ഫിക്സ് ചെയ്തുകൊണ്ടാണ് 5.6 വോൾട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ചില സർക്യൂട്ടറി, ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒക്കെ മെമ്മറി ചിപ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് 3.2 വോൾട്ട് ആണ്. ഓക്കെ, അത് ശരിക്കും ഈ 3.2 എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഓക്കെ, 3.2 തന്നെ വേണം. നമ്മൾ നോർമലി ഏതൊരു കേസ് വെച്ച് നോക്കിയാലും, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കമ്പൗണ്ട്സ് വെക്കാൻ നോക്കിയാലും ഈ 3.2 ഒന്നും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? സെനർ ഡയോഡുകൾ യൂസ് ചെയ്ത് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സെനർ ഡയോഡ് യൂസ് ചെയ്യാൻ പറ്റും. 3.2 സെനർ ഡയോഡ് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എത്ര കിട്ടത്തുള്ളൂ? 3.2 വരുള്ളൂ. എത്ര കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യും? അതവിടെ വിത്ത് സ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സർക്യൂട്ട്സ് ആണ് എന്ത്? അല്ല, കമ്പൗണ്ട്സ് ആണ് എന്ത് പറയുന്നത്?
സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗർ കണ്ടായിരുന്നു. നമുക്ക് സെനർ ഡയോഡ് നോർമൽ ഡയോഡ് എന്ന് തിരിച്ചറിയാനായിട്ട് അതിന്റെ സിമ്പലിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ സാധാ ഡയോഡ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മൾ ഇതുപോലെ വരയ്ക്കുന്നത് സാധാ ഡയോഡ്, നോർമൽ ഡയോഡ്. ഓക്കെ, LED ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 ആരോ കൂടി കൊടുക്കും. ഫോട്ടോ ഡയോഡ് ആണെങ്കിലോ, ഫോട്ടോ ഡയോഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ 2 ആരോ ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, ഇൻസൈഡിലോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെനർ ഡയോഡിൽ നമ്മൾ ശരിക്കും കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ദേ ഇതുപോലത്തെ ഒരു അല്പം ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കും. കണ്ടോ? അല്പം നമ്മൾ സാധാ ഡയോഡിൽ നിന്നും എന്ത് ചെയ്യും? അല്പം ഇങ്ങനെ ചരിച്ചവിടെ വരയ്ക്കും. അപ്പോൾ ഇതാണ് അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോ ദ സിംബൽ ഓഫ് എ സെനർ ഡയോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതവിടെ വരയ്ക്കണം. അല്ല വാട്ട് യു മീൻ ബൈ സെനർ ഡയോഡ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ സെനർ ഡയോഡ് എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിട്ട് ദാറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ് ബൈ ഹെവിലി ഡോപ്ഡ് പി ആൻഡ് എൻ റീജിയൻ. ഓക്കെ, പി ആൻഡ് എൻ റീജിയൻ എന്തായിരിക്കും? ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അത് ഹെവിലി ഡോപ്ഡ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്, ഓക്കെ, ഹെവിലി ഡോപ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് ലോവർ വോൾട്ടേജ് റേറ്റിംഗ്സ് അല്ലേ വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ ലോവർ റേഞ്ച് ഓഫ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഹയർ റേഞ്ച് ഓഫ് ഇപ്പോൾ 24 വോൾട്ടേജ് 30 വോൾട്ട് അത്രയും നമ്മൾ അങ്ങനെ സാധാരണ യൂസ് ചെയ്യാറില്ല. നമ്മൾ ടിപ്പിക്കലി നമുക്ക് ഈ ഒരു 5 വോൾട്ടും 6 വോൾട്ട് ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലും സെനർ ഡയോഡ്സ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 6 വോൾട്ട് ഒക്കെയാണ് മാക്സിമം. നമുക്ക് അങ്ങനെ 12 വോൾട്ട് 24 വോൾട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിലൊക്കെ നമുക്ക് വേറെ ICs ഒക്കെ ഉണ്ട്. ഓക്കെ, സെനർ ഡയോഡ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോവർ റേഞ്ച് ഒരു 6 വോൾട്ട് ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം സെനർ ഡയോഡ്സ് നമുക്ക് അവിടെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ഈ പി ആൻഡ് എൻ റീജിയൻസ് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നു പറഞ്ഞു. അപ്പോൾ പി ആൻഡ് റീജിയൻസ് നിർമ്മിക്കുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ഒരു ഡിപ്ലീഷൻ റീജിയൻ, ഓക്കെ, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ ഏകദേശം വെരി തിൻ ആയിരിക്കും. അതായത് വളരെ കുറവായിരിക്കും. ഓക്കെ, വെരി തിൻ ആണ്. അതിന്റെ റേഞ്ച് വന്നിട്ട് ദാറ്റ് ഈസ് ദെൻ 10⁻⁻6 മീറ്റർ. ഓക്കെ, 10⁻⁻6 മീറ്റർ മീൻസ് മൈക്രോമീറ്റർ ആണ്. ഓക്കെ, മൈക്രോമീറ്റർ റേഞ്ചിനെക്കാട്ടി എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. എന്ന് പറയുന്നത് കുറവാണ് നമ്മുടെ ആ ഒരു ഡിപ്ലീഷൻ റീജിയന്റെ റേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഡിപ്ലീഷൻ റീജിയന്റെ സൈസ് എത്രത്തോളം കുറയുന്നുണ്ടോ അതനുസരിച്ച് അവിടുത്തെ ആ കറണ്ട് എന്തായിരിക്കും? അത് കറണ്ട് അല്ല, ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ട് ദാറ്റ് ഈസ് അത് വളരെ ഹൈ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് വെരി ഹൈ ആണ്. അതിന്റെ ഒരു റേഞ്ച് വന്നിട്ട് നിയർലി ഈക്വൽ ടു 10 അല്ല 5 × 10⁻⁶ ഓൾ പെർ മീറ്റർ ആണ് എന്ത് വരുന്നത്? എൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് വേറൊന്നുമല്ല പറഞ്ഞത്. നമുക്ക് അവിടെ ഹെവിലി ഡോപ്ഡ് ആണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹെവിലി ഡോപ്ഡ് ആണ്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ചിട്ട് അവിടുത്തെ ആ ഒരു ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് എത്ര കുറയുന്നുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡ് അവിടെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. നമ്മളിപ്പോൾ ഒരു വലിയൊരു റൂമിൽ നമ്മളൊരു ടോർച്ച് ലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു വലിയ റൂമാണ്, നമ്മളൊരു ഓഡിറ്റോറിയമോ എന്തെങ്കിലും ഒരു സെറിമണി നടക്കുന്ന നമ്മൾ കോളേജ് ഓഡിറ്റോറിയം നമുക്ക് എടുക്കാം. അപ്പോൾ ഓഡിറ്റോറിയം വേറെ വെട്ടമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റ് നമ്മുടെ ഫോണിന്റെ ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്യുന്നു. ഓക്കെ, ഫ്ലാഷ് ഞാൻ എന്ത് ചെയ്തു? അവിടെ ഓൺ ചെയ്തു. അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന പ്രകാശം പറഞ്ഞൂടെ? ഇത്രയും വലിയ റൂമിനകത്ത് ഒരു ചെറിയൊരു ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? കുറച്ച് പ്രകാശം കാണും. പക്ഷെ നമ്മളൊരു ചെറിയ റൂമിനകത്ത് കയറിയിട്ട് നമ്മൾ ഫോൺ ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്ത് എന്ത് ചെയ്യും? അവിടെ മൊത്തത്തിൽ എന്തായിരിക്കും? നല്ല പ്രകാശമായിരിക്കും. അപ്പോൾ അതേപോലത്തെ കണ്ടീഷനാണ് അവിടെ നമ്മുടെ ആ ഒരു ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് വളരെ കുറവാണ്. അപ്പോൾ കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? അവിടെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ചെറിയൊരു വോൾട്ടേജ് റേഞ്ച് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം 5 വോൾട്ട് കൊടുക്കുമ്പോൾ തന്നെ എന്ത് കിട്ടും? 5 × 10⁻⁶ വോൾട്ട് പെർ മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ ജംഗ്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സെനർ ഡയോഡിന്റെ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്കെ, നമ്മുടെ നോർമൽ ഡയോഡ്സിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചിരുന്നു. എന്താണ്? വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എവിടെ വരും അതിന്റെ ഇത്? നമുക്ക് റിവേഴ്സ് ബയസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ക്വാർട്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ആക്സിസ് നമുക്ക് അതിൽ വരുന്നുണ്ടോ? ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. അതായത് ഈ ഒരു വോൾട്ടേജ് റേഞ്ച്, ഓക്കെ, ഇവിടെ നമുക്കൊരു വോൾട്ടേജ് റേഞ്ച് വരുന്നു. ഈ ഒരു വോൾട്ടേജ് റേഞ്ച് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഈസ് കോൾഡ് ദ VZ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് സെനർ വോൾട്ടേജ് എന്നാണ്. എന്താണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ സെനർ ഡയോഡിന്റെ കേസ് ആയതുകൊണ്ട് എന്ത് വിളിക്കാം? സെനർ വോൾട്ടേജ് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പതിയെ പതിയെ എന്ത് ചെയ്യുവാണ്? മെല്ലെ മെല്ലെ നമ്മൾ ഈ ഒരു
നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എക്സ്പെരിമെന്റ്. ഓക്കെ. നമ്മൾ പതുക്കെ എന്ത് ചെയ്യും? റിയോസ്റ്റാറ്റിലൊക്കെ ഇത് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് നമ്മൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ ആ ഒരു വോൾട്ടേജ് എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വേരി ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വഴി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? വോൾട്ടേജ് വേരി ചെയ്യത്തില്ല. പിന്നെ എന്ത് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ? കറണ്ട് മാത്രമേ അവിടെ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ സെനർ ഡയോഡ് വോൾട്ടേജ്, അല്ലെങ്കിൽ നമുക്ക് എന്താ സെനർ വോൾട്ടേജ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് കംപ്ലീറ്റ് എന്തായിരിക്കും? അവിടെ റെഗുലേറ്റഡ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ. എന്തായിരിക്കും? റെഗുലേറ്റഡ് വോൾട്ടേജ്. മനസ്സിലായോ പോയിന്റ്? ഓക്കെ. റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ നമ്മൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും? കറണ്ട് വോൾട്ടേജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ചെറുതായിട്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോൾ പിന്നെ വോൾട്ടേജ് എന്ത് ചെയ്യത്തില്ല? ഇൻക്രീസ് ചെയ്യത്തില്ല. കറണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ആ ഒരു കേസ് വെച്ചുകൊണ്ട് നമുക്ക് എന്താ പറ്റും? ഇതിനെ വോൾട്ടേജ് സ്റ്റെബിലൈസർ ആയിട്ട് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ വാട്ട് യു മീൻ ബൈ എ സെനർ ഡയോഡ് എന്ന് ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് എ പ്രോപ്പർലി ഡോപ്ഡ്. ഓക്കെ. പ്രോപ്പർലി ഡോപ്ഡ് crystal diode which has a sharp breakdown voltage. Okay. Sharp breakdown voltage is called Zener diode. മനസ്സിലായോ? അത് is called Zener ഡയോഡ്. ഓക്കെ. അതായത് നമുക്കൊരു പ്രോപ്പർലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഡയോഡ് ആണ്. അതിന് എന്തുണ്ട്? ആ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രോപ്പർലി ഡോപ്ഡ് ആണ്. ഓക്കെ. ഒന്നാമത്തെ പോയിന്റ്. ക്രിസ്റ്റൽ ഡയോഡ് ആണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ. വിച്ച് ഹാസ് എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. 3 പോയിന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ്? പ്രോപ്പർലി ഡോപ്ഡ് ആണ്, ക്രിസ്റ്റൽ ഡയോഡ് ആണ്, എന്താണ്? ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട്. അങ്ങനെ വരുന്ന കേസാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ദ സെനർ ഡയോഡ്. ഓക്കെ. ഇറ്റ് ഹാസ് എ സെനർ ഡയോഡ്. അപ്പോൾ നോർമൽ ഡയോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇതിന് വരുന്ന വ്യത്യാസം? ഓക്കെ. എന്തൊക്കെയാണ് വ്യത്യാസം നമുക്കിവിടെ നോക്കാം. അതായത് ടെക്സ്റ്റിൽ അവിടെ പോയിന്റ് ഔട്ട് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതൊരു ഡിഫറൻസ് ആയിട്ട് ചോദിക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോർമൽ ഡയോഡ് ആൻഡ് സെനർ ഡയോഡ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഓർഡിനറി ഡയോഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ. ഞാനിപ്പോൾ ക്ലാസ് കാണിച്ചതിൽ ഗ്ലാസ് ഡയോഡ് കണ്ടു. ഗ്ലാസ് ഡയോഡ് നമുക്ക് സാധാ ഡയോഡ് ഇങ്ങനെ അവൈലബിൾ ആണ്. ഓക്കെ. ഗ്ലാസ് പോലെ എന്ത് ചെയ്യാൻ പറ്റും? അവൈലബിലിറ്റി ഉള്ളതുണ്ട്. ഓക്കെ. അപ്പോൾ അത് നിൽക്കട്ടെ. നമുക്ക് ഒരു നോർമൽ ഡയോഡ് പോലെ എന്ത് ചെയ്യുന്നത്? ഇത് കാണുന്നത്. ഓക്കെ. സെനർ ഡയോഡ് എന്ത് ചെയ്യുന്നു? ഒരു നോർമൽ ഡയോഡ് പോലെ. ഓക്കെ. നോർമൽ ഡയോഡ് പോലെയാണ് വരുന്നത്. പക്ഷേ എന്താണ് വ്യത്യാസം? ഇതിന് എന്തുണ്ട്? ഒരു ഷാർപ്പ് ആയിട്ടുള്ള എന്തുണ്ട്? ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ. നമുക്കൊരിക്കലും നമ്മുടെ ആ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ക്വാഡ്രന്റിൽ ഫോർവേഡ് ബയാസിങ്ങിൽ നമുക്ക് അതിന്റെ ആ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് മാറ്റാം. ബ്രേക്ക് ഡൗൺ അല്ല, ആ ഒരു വോൾട്ടേജ് ഉള്ളത് നമുക്ക് കൂടുന്ന നീ വോൾട്ടേജ്. നീ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് മെക്കാനിസം നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട്? ഇറ്റ് ഹാസ് എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നോർമൽ ഡയോഡിന് എന്തില്ല? ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അവിടെ വരുന്നില്ല. ഓക്കെ. അത് അതിന്റെ ഒരു പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയാം. നമ്മൾ സാധാരണ ഡയോഡ് നമ്മൾ എന്തിൽ വർക്ക് ചെയ്യുമെന്ന് പറയും? ഫോർവേഡ് ബയാസിങ്ങിൽ. ഓക്കെ. നോർമൽ ഡയോഡ് ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർവേഡ് ബയാസിനായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡയോഡ്സ് അവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ഡയോഡ് അവിടെ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ സെനർ ഡയോഡ് ആണെങ്കിലോ, സെനർ ഡയോഡ് എന്ത് ചെയ്യും? റിവേഴ്സ് ബയാസിങ്ങിലും വർക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാൻ ഇസഡ് എന്ന് വിളിക്കുക. സെനർ ഡയോഡ് എന്ന് ഷോർട്ട് ഫോം എഴുതുക. ഓക്കെ. സെനർ എന്ത് ചെയ്യുന്നുണ്ട്? റിവേഴ്സ് ബയാസിങ്ങിലും എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. റിവേഴ്സ് ബയാസിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഇത് ഫോർവേഡ് ബയാസിങ്ങിൽ വർക്ക് ചെയ്യൂലേ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഈ പ്രോജക്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇത്തരം ടോപ്പിക്സ് ഒക്കെ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രോജക്റ്റിന്റെ ഐഡിയാസ് ഒക്കെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുക. ഏത് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രോജക്റ്റ് ഒക്കെ ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്ന ഐഡിയാസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നമുക്കിപ്പോൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇതിനൊക്കെ ഓൺലൈൻ സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിർച്വൽ ലാബിന്റെ ഒക്കെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ്പെരിമെന്റ് നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റഡി ചെയ്ത് നോക്കാം. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഞാൻ അന്ന് കാണിച്ച ആ ഒരു സർക്യൂട്ട് ലാബ് ഒക്കെ അങ്ങനത്തെ ഒരു എക്സാമ്പിൾസാണ്. ഓക്കെ. സിമുലേഷൻസ് നമുക്കിപ്പോൾ ലാബിൽ പോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റത്തിലോ ഫോണിലോ നമുക്ക് ചെയ്ത് നോക്കാം സ്റ്റഡീസ് ഒക്കെ. ഓക്കെ. നിൽക്കട്ടെ അത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ സെനഡയോട് നമ്മളൊരു നോർമൽ ഡയോഡ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ. ഫോർവേഡ് ബയാസിങ്ങിൽ എന്ത് ചെയ്യും? ഒരു നോർമൽ ഡയോഡ് പോലെ എന്ത് ചെയ്യും? അവിടെ ആക്ട് ചെയ്യും.
പിന്നെ ഇതിനൊരു പ്രത്യേകത, ശരിക്കും നമ്മൾ ഇതൊരു സ്പെഷ്യൽ പർപ്പസ്ക്ക് വേണ്ടി നിർമ്മിച്ചെടുത്തിരിക്കുന്ന. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടുള്ള ചെറിയ വേരിയേഷൻ എന്ത് ചെയ്യും അവിടെ ഉണ്ടാകും. ഓക്കെ, കാരണം ആ ഒരു ഡോപ്പിംഗ് കോൺസെൻട്രേഷനിലൊക്കെ വേരിയേഷൻ വരുമ്പോൾ ഫോർവേഡ് ബയാസിംഗിൽ എന്ത് ചെയ്യും അതിൽ ചെറിയൊരു ഇൻഫ്ലുവൻസ് അവിടെ വരാം. പക്ഷെ നോർമലി ഫ്രീക്വന്റ്ലി പറയുവാണെങ്കിൽ നമുക്ക് എന്താണ്, ഇറ്റ് വിൽ ഓൾസോ വർക്ക് ഓൺ ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബയാസിംഗിൽ നോർമൽ ഡയോഡ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോർമൽ ഡയോഡ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ നോർമൽ ഡയോഡ് റിവേഴ്സ് ബയാസിംഗ് എന്ത് ചെയ്യും, ബേൺ ഔട്ട് ആവും. ഓക്കെ, നമുക്ക് അതിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. അതെ, ഈ കാണുന്ന പോലെ എന്ത് ചെയ്യും, ഇതിപ്പോ നമുക്ക് ഇത് നമ്മുടെ ഡയോഡിന്റെ അല്ല, ഇത് IC ബേൺ അയക്കുന്ന. ഓക്കെ, ഇവിടുത്തെ കൺട്രോളിങ് ICs ബേൺ ആവുന്ന ഇതാ. IC മീൻസ് എന്ത് തന്നെയാണ്, ICക്കകത്ത് വരുന്നത് PN ജംഗ്ഷൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇതുപോലെ ബേൺ ഔട്ട് ആയി പോകും. റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനൊക്കെ വരുന്ന സമയത്താണ് ഈ പ്രത്യേകിച്ച് ഒരു പ്രശ്നം അവിടെ വരുന്നത്. ഒന്നുകിൽ ഓവർ കറണ്ട് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസിംഗ് പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ബേണിംഗ് ഔട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ ഈ ഒരു കംപ്ലൈന്റ് വരുന്നത്. ഇങ്ങനെ തീ പിടിക്കുന്ന കേസ് വരും, കാരണം അതിനെ പുറത്ത് ആ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കൂടുതൽ വരുന്നത് നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു പ്രശ്നമാണ്. അത് ബ്ലാക്ക് ഔട്ട് ആയി അങ്ങ് പോകും. ഓക്കെ, കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഡാമേജ് ഹീറ്റ് ആയിട്ട് ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു പോർഷൻ അങ്ങ് പൊട്ടിയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ അങ്ങ് ഡാമേജ് ആവും. ഓക്കെ, അത് ഡയോഡുകളിൽ എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. സോ അത് നമ്മൾ സാധാരണ നോർമലി സംഭവിക്കുന്നത് എങ്ങനെയാണ്, റിവേഴ്സ് ബേസിക് കണ്ടീഷൻ. നമ്മൾ സാധാരണ നോർമൽ ഡയോഡ് ഇപ്പോൾ 1N4007 എന്നൊക്കെ പറയുന്ന നോർമൽ ഡയോഡുകൾ നമ്മൾ റിവേഴ്സ് ബേസിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ബേണിംഗ് ആവും. അപ്പോൾ നിങ്ങൾ ലാബിൽ നിങ്ങൾക്ക് റിവേഴ്സ് ബയാസിംഗ് പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് നോർമൽ ഡയോഡ് വെച്ച് നമ്മൾ റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് വോൾട്ടേജ് കൂട്ടാൻ ശ്രമിക്കരുത്, കാരണം ബേൺ ഔട്ട് ആവുന്ന കുറവായിരിക്കും, പക്ഷേ ഹീറ്റ് ആവും പെട്ടെന്ന്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു ഫ്ലെയിമിലെ കൊണ്ട് കൈവയ്ക്കുന്ന പോലെ ആയിരിക്കും പെട്ടെന്ന് ഹീറ്റ് ആവുന്നത്. അത്യാവശ്യം നല്ലവണ്ണം എന്ത് ചെയ്യും, അതവിടെ സഡൻലി എന്ത് ചെയ്യും, ഹീറ്റ് ആവുന്ന ഒരു പ്രോസസ്സ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ, ഡയോഡ് വെച്ചൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നോർമൽ ഡയോഡ്സ് റിവേഴ്സ് ബയാസിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ബയാസിംഗിൽ നമ്മുടെ നോർമൽ ഡയോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ബേൺ ഔട്ട് ആവുന്നുണ്ട്. ഓക്കെ, ബേൺ ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെനർ ഡയോഡ് എന്ത് ചെയ്യത്തില്ല, സെനർ ഡയോഡ് എന്ത് ചെയ്തില്ല, റിവേഴ്സ് ബയാസിംഗിൽ ഡസ് ഇൻ ബേൺ. ഓക്കെ, ബേൺ ചെയ്യത്തില്ല. മനസ്സിലായോ? സെനർ ഡയോഡ് ഇൻഡസ് ബ്രേക്ക് ഡൗൺ വിൽ നോട്ട് ബേൺ. ഓക്കെ, ബിക്കോസ് റെസിസ്റ്റൻസ് കണക്ട് വിൽ റിമിറ്റ് ദ കറന്റ്. അതായത് ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ആ സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇവിടെ ഒരു കറണ്ട് ലിമിറ്റിംഗ് സർക്യൂട്ട് അവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും, ഒരു കറണ്ട് ലിമിറ്റിംഗ് സർക്യൂട്ട് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റർ അവിടെ പ്ലേസ് ചെയ്യും. ആ റെസിസ്റ്റർ ആണ് ഇതിന് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് റിവേഴ്സ് ബയാസിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ഈ ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സെനർ ഡയോഡിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം നോർമൽ ഡയോഡ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ചെയ്താണ് ഇതാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതൊക്കെ നമുക്ക് എക്സാമിനേഷന് ചോദിക്കുന്ന കേസാണ്. ഓക്കെ, ചോദിക്കുന്ന കേസസ് ആണ്. സോ അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇതില് ഓക്കെ ആണല്ലോ, സെൻഡറിന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. റിവേഴ്സ് ബയാസിംഗ് വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പ്രത്യേകിച്ച് പറയണ്ട, നമുക്ക് ശരിക്കും മറ്റേ പ്രോപ്പർട്ടിയാ. റിവേഴ്സ് ബയാസിംഗിൽ നോർമലി എന്ത് ചെയ്യുന്നു, ബേൺ ഔട്ട് ആവാതെ വർക്ക് ആവുന്നുണ്ട്. റിവേഴ്സ് ബ്രേക്ക് വോൾട്ടേജ് നോർമലി വർക്കിംഗ് ആണ്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ നോർമൽ ഡയോഡ് പോലെ ആയിരിക്കും. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഒരു ഷാർപ്പ് ഇൻക്രീസിങ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ സെനർ ഡയോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഒരു സർക്യൂട്ട് അനാലിസിസ് ആണ്. ഓക്കെ, സെനർ ഡയോഡ് സർക്യൂട്ട് അനാലിസിസ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാം എങ്ങനെയാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. സെനർ ഡയോഡ് സർക്യൂട്ട് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ ഒരു സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സർക്യൂട്ട് ഒന്ന് ഡ്രോ ചെയ്യാം. ഓക്കെ, ഒരു സെനർ ഡയോഡ് ഇവിടെ ഡ്രോ ചെയ്യുവാണ്. ഓക്കെ, നമ്മളൊരു സെനർ ഡയോഡ് കേട്ടോ, സെനർ ഡയോഡ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിനെ അക്രോസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, വോൾട്ടേജ് മെഷർ ചെയ്തു. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ, ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ ഇതിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, VZ ആയിരിക്കും ആ സിലിണ്ടറിന്റെ വോൾട്ടേജ്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് നമ്മൾ കണക്ട് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ആ റിവേഴ്സ് ബയാസിംഗിൽ കൊടുത്ത് റിവേഴ്സ് ബയാസിംഗ് അറിയാലോ, ഇതാണ് ഓൾറെഡി നെഗറ്റീവ്, പക്ഷെ അവിടെ എന്ത് ചെയ്യും, നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ നെഗറ്റീവ് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ എന്ന് നമ്മളിവിടെ പറയുന്നത്.
അപ്പോൾ അങ്ങനെ ആ ഒരു റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ ശരിക്കും ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ബാറ്ററി പോലെ ആക്ട് ചെയ്യും. ഓക്കെ, ബാറ്ററിയിൽ ഇപ്പോൾ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്താൽ 9 വോൾട്ടിന്റെ ബാറ്ററി എന്ത് ചെയ്യും, 9 വോൾട്ടിലേ കൊടുക്കുകയുള്ളൂ, കൂടുതൽ കുറവ് കൊടുക്കും, കുറയും എപ്പോഴാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഡീഗ്രഡേഷൻ സംഭവിക്കുമ്പോൾ. അത്യാവശ്യം നല്ല രീതിയിൽ പവർ അപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഫുൾ ചാർജ് ആയിട്ട് ബാറ്ററി എന്ത് ചെയ്യും, 9 വോൾട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ സെനർ ഡയോഡ് വരയ്ക്കുക, അതിന് കൂടെ എന്ത് ചെയ്യുക, ഒരു ബാറ്ററി സോഴ്സ് വെച്ചിട്ട് ഒരു സർക്യൂട്ട് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ബാറ്ററി സോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സർക്യൂട്ട് അവിടെ ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. അതായത് അവിടെ ഒരു എന്ത് ചെയ്യും, ഇതൊരു ബാറ്ററി പോലെ ആക്ട് ചെയ്യുന്നു. ഇതൊരു പോകുന്ന കറണ്ട് IZ ആണ്, നമ്മുടെ സെനർ കറണ്ട് ആണ്. ഇവിടെയും പോകുന്നത് തന്നെയാണ്, സെനർ കറണ്ട് തന്നെയാണ്. ഓക്കെ, IZ തന്നെയാണ്. അപ്പോൾ ഇവിടെ VZ എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വോൾട്ടേജ്, അതായത് ഒരു ബാറ്ററി പോലെ എന്ത് ചെയ്യാണ്, ഇതവിടെ ആക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് പറയാം, നമുക്ക് സെനർ ഡയോഡ് നമുക്ക് ഒരു ഓൺ സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാം. അത് ഓൺ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിയുന്ന കണ്ടീഷനല്ല. അതായത് VZ കാട്ടിയും എപ്പോഴാണോ വോൾട്ടേജ് കൂടുന്നത് ആ ഒരു സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ സർക്യൂട്ട് അവിടെ ആക്റ്റീവ് ആകത്തുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് പറയണം, ദാറ്റ് ഈസ് ഈ കൊടുക്കുന്ന വോൾട്ടേജ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്തിന് ഇക്വലന്റ് ആയിരിക്കും, ദാറ്റ് ഈസ് ഇക്വലന്റ് അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, VZ. മനസ്സിലാവുന്നോ പറയുന്നത്? അതായത് നമ്മൾ ചെറിയൊരു വോൾട്ടേജ് കൊടുക്കും, കൊടുത്ത് പോകുമ്പോൾ ഒന്നും എന്ത് ചെയ്യത്തില്ല, സ്റ്റാൻഡ് ഇവിടെ ഓൺ ചെയ്യത്തില്ല, ഓൺ ആവത്തില്ല. എപ്പോഴാണോ VZ ആകുന്നത്, VZ കൂടുന്ന സമയത്ത് എന്ത് ചെയ്തുള്ളൂ, ഇതവിടെ ഓൺ ആവും. പക്ഷെ VZ കൂടിയെന്ന് വെച്ചിട്ട് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്തില്ല, കൂടി കൊടുക്കത്തില്ല. 6 വോൾട്ടിന് സ്റ്റാൻഡ് ആണെങ്കിൽ നമ്മൾ 12 വോൾട്ട് അപ്ലൈ ചെയ്താലും എന്ത് കാണിക്കത്തുള്ളൂ, 6 വോൾട്ട് ഔട്ട്പുട്ടിൽ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അതാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഓൺ സ്റ്റേറ്റ് സർക്യൂട്ടിന്റെ ഇക്വലൻസി. ഇത് മാത്രം വരയ്ക്കല്ല, ഇതുകൂടി വരയ്ക്കണം. ഇതുകൂടി വരച്ചിട്ട് ഒരു വോൾട്ടേജ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കുക. ഓക്കെ, അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് ഓൺ സ്റ്റേറ്റിനെ കാണിക്കുന്നത്, സെവൻ ഇവിടെ ഓൺ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഓൺ സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഒന്നാമത്തെ കേസാണ്, കേസ് 1. ഓക്കെ, കേസ് 1 എന്താ പറഞ്ഞത്, കേസ് 1 നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓൺ ആവുന്ന സമയത്ത് അത് എങ്ങനെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തുപോലെ ആക്ട് ചെയ്യുന്നു, ഒരു ബാറ്ററി പോലെ ആക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി കേസ് 2 പറയുവാണ്, രണ്ടാമത്തെ കേസ്. ഓക്കെ, കേസ് 2, രണ്ടാമത്തെ കേസിൽ നമുക്ക് സർക്യൂട്ട് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, സർക്യൂട്ട് ഇതുപോലെ ആദ്യം സ്റ്റാൻഡേർഡ് അതുപോലെ വരയ്ക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് ഞാൻ വരയ്ക്കുന്നു. ഇവിടെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ പറയുന്നത് ഇവിടുത്തെ V എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും ഈക്വൽ ആണ്, അല്ലെങ്കിൽ V എന്ന് വെച്ചാൽ എന്താണ്, ആ V ഇവിടെ നമ്മുടെ ഈ ഒരു സെൻട്രൽ വോൾട്ടേജിനെക്കാട്ടിയും കുറവാണ്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് സെൻട്രൽ വോൾട്ടേജിനെക്കാട്ടിയും കുറവാണ്. അപ്പോൾ നമ്മൾ സെനർ വോൾട്ടേജിനെക്കാട്ടി കുറഞ്ഞൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ടിൽ ഇവിടെ എന്തായിരിക്കും, ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അതായത് കറണ്ട് കണ്ടക്ഷൻ എന്ത് ചെയ്യത്തില്ല, അവിടെ നടക്കത്തില്ല. IZ വാല്യൂ എന്തായി പോകും, 0 ആയിട്ട് പോകും. എന്തുകൊണ്ടാ, കാരണം ഇവിടെ എന്ത് ചെയ്തു, കറണ്ട് കണക്ഷൻ ഇല്ല, നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടില്ല, ഓൺ ആയിട്ടില്ല, നമ്മൾ സെനർ ഇവിടെ ഓൺ സ്റ്റേറ്റോട്ട് വന്നിട്ടില്ല. സെനർ എന്താണ് ഇപ്പോൾ ഓഫ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കില്ല. കംപ്ലീറ്റ് എന്ത് ചെയ്യും, നമുക്കത് ഓഫ് ആയി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ഓപ്പൺ സർക്യൂട്ട് അറിയില്ല, നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ടാൽ നമുക്ക് എന്ത് പറയാം, അത് അതെന്തായിട്ട് ആക്ട് ചെയ്യും, ദാറ്റ് വിൽ ബി ഓൺ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓഫ് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, അതവിടെ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ആ രണ്ട് കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിച്ചോളണേ. സർക്യൂട്ട് അനാലിസിസ് ആണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സർക്യൂട്ട് അനാലിസിസ് പറഞ്ഞില്ല. നമുക്ക് ശരിക്കും സർക്യൂട്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ വോൾട്ടേജും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഡിറ്റർമിൻ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വരച്ചാൽ മാത്രം മതി. വരയ്ക്കുക മീൻസ് അവിടെ കേസ് 1 വരയ്ക്കുക, അത് ഓൺ സ്റ്റേറ്റ് ആണ്. ഓൺ സ്റ്റേറ്റിൽ സെനർ ഒരു ബാറ്ററി പോലെ ആക്ട് ചെയ്യുന്നു, അതാണ് അവിടുത്തെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബാറ്ററി പോലെ, ബാറ്ററിയിൽ 9 വോൾട്ട് ആണ് വരണമെങ്കിൽ 9 വോൾട്ടിന് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അതുപോലെ ആക്ട് ചെയ്തു. അടുത്ത് രണ്ടാമത്തെ കേസ് ആകുമ്പോൾ നമ്മളവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ്, ഓക്കെ, ഈ സെനറിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു റെക്ടിഫയർ സർക്യൂട്ട് നിർമ്മിച്ചു. ഓക്കെ, ഞാൻ ഒരു റെക്ടിഫയർ സർക്യൂട്ട് നിർമ്മിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് കണ്ട് ഞാൻ ഇത് പോയി ഒരു റെക്ടിഫയർ സർക്യൂട്ട് നിർമ്മിക്കാം. അപ്പോൾ എനിക്കൊരു ഔട്ട്പുട്ടിൽ ഒരു 6 വോൾട്ട് എനിക്ക് വേണം. ഓക്കെ, ഒരു 6 വോൾട്ടാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. പക്ഷേ ഞാൻ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് 6 വോൾട്ട് അല്ല കിട്ടുന്നത്, എനിക്ക് 7 വോൾട്ട് ആവുന്നു, ചില സമയത്ത് 5.8 ആവുന്നു, ഇങ്ങനെ മാറി മാറി നിൽക്കുക. ഓക്കെ, അപ്പോൾ എനിക്കൊരു DC-യിൽ എനിക്കൊരു ലൈറ്റ് കത്തിക്കാനാണ്, ഒരു ബൾബ് ഓൺ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, സർക്യൂട്ട് നിർമ്മിച്ചത്. അപ്പോൾ ഒരു സമയം 7-ഉം ഒരു സമയം 5.8 ഒക്കെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൾബ് അവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം കറക്റ്റ് 6 വോൾട്ട് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ എന്ത് ചെയ്യും, ഈ കിട്ടിയ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിനെ നേരെ എടുത്ത് ഇവിടെ കൊടുക്കും, സെനറിന്റെ ഇൻപുട്ടിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ വോൾട്ടേജ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്, ഈ ഒരു വോൾട്ടേജ് ഞാൻ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത്. കൊടുക്കുന്ന വോൾട്ടേജ്
സെനർ വോൾട്ടേജിനെക്കാട്ടിയും കൂടുതലാവുന്ന കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സെനർ അവിടെ ഓൺ ആവുന്നുള്ളൂ. ഓക്കെ, അതുവരെ അത് ഓഫ് ആയിരിക്കും. അപ്പോൾ മിനിമം വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 7 വോൾട്ട് ഒക്കെ വന്നാലും ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, 6 വോൾട്ടേ കിട്ടും. അപ്പോൾ എന്തുപോലെ ആക്ട് ചെയ്യുന്നു, ഒരു ബാറ്ററി പോലെ ആക്ട് ചെയ്യുന്നു. ഇനി ഈ 5.8 ഒക്കെ ഓൺ ആവും, 5.8 to 5.9 ഒക്കെ ആകുമ്പോൾ ഓൺ ആവും. അത്യാവശ്യം ഒരു 6 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇൻ കേസിനെക്കാട്ടും താഴെയാണെങ്കിൽ 4 വോൾട്ടോ അല്ലെങ്കിൽ ഒരു 5 വോൾട്ടോ 4.8 വോൾട്ടോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഇത് ഓൺ ആവത്തില്ല. എന്തായിരിക്കും, അതവിടെ ഓഫ് സ്റ്റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ സെനർ ഡയോഡ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്ന ഒരു സെനർ ഡയോഡിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെനർ സർക്യൂട്ട് അനാലിസിസിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാം, ആ സെനർ ഡയോഡ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ബാറ്ററി പോലെ ആക്ട് ചെയ്യുന്നു എന്ന കണ്ടീഷൻ നമ്മൾ അവിടെ പറയണം. ഓക്കെ, ബാറ്ററി പോലെ എന്ത് ചെയ്യുന്നത്, അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അനാലിസിസ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ലോഡ് റെഗുലേഷനും അതുപോലെ തന്നെ ലൈൻ റെഗുലേഷൻസ്, രണ്ട് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ സെനറിനെ കുറിച്ച് പറഞ്ഞല്ലോ, സെനറിനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. നമുക്കിനി ഒരു കാര്യം നമുക്ക് അവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ അനാലിസിസ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് മനസ്സിലാവത്തുള്ളൂ. ഒരു ഇൻട്രോഡക്ടറി പാർട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെനർ ഡയോഡിന്റെ ഒരു ആപ്ലിക്കേഷൻ. അതായത് സെനർ ഡയോഡ് എന്തിനാണ് നിർമ്മിക്കുന്നത്, അതിന്റെ പർപ്പസ്, ആപ്ലിക്കേഷൻസ്, അതിന്റെ പർപ്പസ്, മെയിൻ പർപ്പസ് ആണ്. ദാറ്റ് ഈസ് സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, വോൾട്ടേജ് സ്റ്റെബിലൈസർ, വോൾട്ടേജ് സ്റ്റെബിലൈസർ ഓർ റെഗുലേറ്റർ. ഓക്കെ, ഏത് വേണോ അറിയാം. ഓക്കെ, റെഗുലേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, സ്റ്റെബിലൈസർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതൊരു സ്റ്റെബിലൈസർ ആയിട്ട് നമ്മളവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ സർക്യൂട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അൺറെഗുലേറ്റഡ് വോൾട്ടേജ്. ഓക്കെ, അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ആണ് എന്ത് ചെയ്യേണ്ടത്, അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ആണ് നമ്മൾ എവിടെ സപ്ലൈ ചെയ്യുന്നത്, ഒരു സെനറിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. ഓക്കെ, സെനറിന്റെ ഇൻപുട്ട് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെനറിന്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ എന്ത് കിട്ടും, ഔട്ട്പുട്ട് സെക്ഷനിൽ സെനറിന്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ നമുക്ക് എന്തായിരിക്കും ഒപ്റ്റെയിൻ ചെയ്യുന്നത്, വി ആർ ഒപ്റ്റെയിനിങ് എ റെഗുലേറ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വേരിയേഷൻ ഒക്കെ ഉള്ളതായിരിക്കും. ഓക്കെ, കൂടിയും കുറഞ്ഞൊക്കെ വരുന്നത്. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ റെഗുലേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് അവിടെ ഒപ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ സർക്യൂട്ട് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിർമ്മിക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് 2 റെസിസ്റ്റേഴ്സ് വേണം, ഒരു സെനർ ഡയോഡ് വേണം. ഓക്കെ, സർക്യൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. സോ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സെനർ ഡയോഡ് നമ്മളവിടെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒരു സെനർ ഡയോഡ് കണക്ട് ചെയ്യുന്നു, ഉണ്ടോ. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, ഒരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യുക, നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും കൊടുത്താൽ എന്തായി മാറി, സെനർ ഡയോഡിന്റെ വോൾട്ടേജ് റെഗുലേറ്ററായി മാറി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സർക്യൂട്ട്. കണ്ടോ, ഇവിടെ നമുക്ക് എന്തിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും, ഫ്രം ദ റെക്ടിഫയർ സർക്യൂട്ട്. ഓക്കെ, നമുക്ക് അതിനെ അൺറെഗുലേറ്റഡ് വോൾട്ടേജ് എടുക്കാം. ഓക്കെ, അൺറെഗുലേറ്റഡ് വോൾട്ടേജ്. ഓക്കെ, അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ആണ്. ഇതെന്താണ്, സെനർ ആയിരിക്കും, സെനർ ഡയോഡ. ഓക്കെ, ഇത് നമ്മുടെ ലോഡ് റെസിസ്റ്റർ. ഇവിടെ കിട്ടുമ്പോഴോ ഒന്നുകിൽ റെഗുലേറ്റഡ് വോൾട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, റെഗുലേറ്റഡ് വോൾട്ടേജ്. ഓക്കെ, ഉണ്ടല്ലോ. ഇനി ഇതിന്റെ കറണ്ട് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. അത് ശ്രദ്ധിച്ചോളണം, തിരിച്ചൊരിക്കലും എഴുതല്ലേ, എന്നാലേ സെനറിന്റെ റിവേഴ്സ് ബയാസിംഗിൽ വർക്ക് ചെയ്യുന്നു പറയാൻ പറ്റും. കണ്ടോ, ഇത് നെഗറ്റീവ് അല്ല ഓൾറെഡി, സെനറിന്റെ ഇത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് എടുക്കുമ്പോഴാണ് റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ വരുന്നത്. ഓക്കെ, അടുത്ത കേസിൽ ഇതെന്താണ്, ഇത് പറയുന്ന പേര് RS എന്ന് പറയുന്ന റെസിസ്റ്റർ. ഇതാണ് ഇവിടുത്തെ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. അതായത് ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്നും എന്തെങ്കിലും കൂടുതൽ കറണ്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ റെസിസ്റ്റർ ഇവിടെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഈ ഒരു കറണ്ട് ഇവിടെ എത്തുന്ന സമയത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഒന്നെന്ന് വെച്ചാൽ ഈ IZ എന്ന് പറയുന്ന കറണ്ട്, അത് എന്ത് കറണ്ടാണ്, സെനർ കറണ്ട് ആണ്. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഒരു കറണ്ട് പോകും, അതിന് പറഞ്ഞപ്പോഴാണ് IL. ഓക്കെ, അതായത് ഇവിടെ ഇങ്ങനെ ഈ ഒരു വരുന്ന കറണ്ട് രണ്ട് പാത്ത് ഫോളോ ചെയ്ത് പോകുന്നതിന് നമ്മൾ ഒരു ലോ പറയും. ആ ലോ ആണ് ക്രിച്ച്ഓഫ് കറണ്ട് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിച്ച്ഓഫ് കറണ്ട് ലോ. ഓക്കെ, കറണ്ട് ലോ, ക്രിസ്റ്റോഫ് കറണ്ട് ലോ പറയുന്നത് എന്താണ്, ക്രിസ്റ്റോഫ് കറണ്ട് ലോ മീൻസ് ഇപ്പൊ ഒരു കറണ്ട്, അത് IN ഒരു കറണ്ട് വരുവാണ്, ആ കറണ്ട് എന്ത് ചെയ്യുന്നു, ആ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു IZ പ്ലസ് IL. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10 ആംപിയർ കറണ്ട് വരുന്നു. ഓക്കെ,
10 ആമ്പിയർ കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇവിടെ ഒരു 8 ആമ്പിയർ കറണ്ട് എന്ത് ചെയ്യും? ഇസഡിൽ കൂടി ഇസഡ് ഇങ്ങോട്ട് പോകും. ഒരു 2 ആമ്പിയർ കറണ്ട് എന്ത് ചെയ്യും? അവിടെ ഇങ്ങോട്ട് പോകും. അത് എന്ത് ചെയ്യുന്നു? നമുക്ക് സം എടുക്കുമ്പോൾ എന്ത് കിട്ടും? അവിടെ നമുക്ക് സെയിം ഇൻപുട്ട് കറണ്ട് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതാണ് ക്രിസ്റ്റോഫ് വോൾട്ടേജ് ലോ. ഈ ലോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഈ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ നമ്മൾ അവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതെന്താണ്? ലോഡ് റെസിസ്റ്റർ ആണ്. ഇവിടെ ആയിരിക്കും ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സർക്യൂട്ടറീസ് ആണ് ഇവിടെ വരുന്നത്. സെനൻ ഡയോഡിന്റെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൽ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആസ് എ സെനൻ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, നമുക്ക് ഇതിന്റെ അനാലിസിസ് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് കൂടുതൽ ടോപ്പിക് നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ആവും. നമുക്ക് 2 പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ സ്റ്റെബിലൈസേഷനും ബാക്കി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ, പിന്നെ കുറച്ച് പ്രോബ്ലം സെക്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പ്രോബ്ലം സെക്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലം സെക്ഷൻസ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചില സമയത്ത് നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതായത് നമ്മുടെ ആ ഒരു റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സെനഡയോട് കണക്ട് ചെയ്യുക. സിമ്പിൾ അല്ലേ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കൊടുക്കാനായിട്ട്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു റെക്ടിഫയർ സർക്യൂട്ട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതൊരു റെക്ടിഫയർ സർക്യൂട്ട് ആണ്. എന്ത് ചെയ്യുന്നു? നമ്മളൊരു സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ സർക്യൂട്ട് ആണെന്ന് വെച്ചോളൂ. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ഒരു ഡയോഡ് വരും. ജസ്റ്റ് റഫ് വരയ്ക്കുവാണ്. ഔട്ട്പുട്ട് ഇങ്ങോട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഔട്ട്പുട്ട് നമുക്ക് 6 ലോഡ് റെസിസ്റ്റർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, കണക്ട് ചെയ്യുന്നു. ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുക? ഒരു സെനൻ ഡയോഡ് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ഓക്കെ, അതിങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഈ സർക്യൂട്ട് വരയ്ക്കേണ്ടത്. നമുക്ക് കൂടുതൽ വരയ്ക്കുന്ന നിങ്ങൾ കുറച്ചുകൂടി എളുപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ വരയ്ക്കുന്നതാണ്. ഓക്കെ, ബ്രിഡ്ജ് വരയ്ക്കുക. ബ്രിഡ്ജിന്റെ ഔട്ട്പുട്ടിന് എടുക്കുന്നതായിട്ട് കാണിച്ചാലും മതി. ഓക്കെ, ഹാഫ് വേവ് വരച്ചിട്ട് ഒരിക്കലും റെഗുലേഷൻ കൊടുക്കല്ലേ. കാരണം ഹാഫ് വേവ് ഓൾറെഡി എന്താണ്? റിപ്പിൾസ് ഉള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യല്ലേ? റെഗുലേഷൻ കൊടുക്കല്ലേ. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നേരെ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് നമ്മൾ നേരെ എടുത്തിട്ട് ഇതുപോലെ ഒരു റെസ്റ്റും കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അവിടെ ഒരു സെനർ കൂടി നമ്മൾ എന്ത് ചെയ്യുക? അവിടെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഞാനത് വരച്ച് സെൻഡ് തരാം. നേരെ വരച്ച് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു റെഗുലർ പവർ സപ്ലൈ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് സെനഡയോട് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഒരിക്കലും ഒരു ഏതെങ്കിലും റെക്ടിഫയർ സർക്യൂട്ട് വരച്ചിട്ട് റെഗുലേഷൻ കാണിക്കാൻ പറയുമ്പോൾ ഹാഫ് വേവ് വരച്ച് വെക്കുക മിസ്റ്റേക്ക് ആണ്. കാരണം ഹാഫ് വേവ് ഒരിക്കലും അല്ല സെനഡയോട് പെട്ടെന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് റിപ്പിൾസ് അതിൽ വരുന്നുണ്ട്. റെഗുലേഷൻ പറ്റില്ല. ഒരു ഇടയ്ക്ക് ആബ്സെന്റ് ആണല്ലോ. ഓക്കെ, ഇല്ലല്ലോ അവിടെ വേവ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല? അത്രയും രീതിയിൽ റെഗുലേഷൻ അവിടെ വരുത്താനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലേറ്റർ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് സെനർ ഡയോഡ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ വാട്ട് ഈസ് എ സെനർ ഡയോഡ്? എന്താണ് ഒരു സെനർ ഡയോഡ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ എന്താണ് സെനർ ഡയോഡ്? സെനർ ഡയോഡ് ഈസ് എ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്. ഒരു സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് ആണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഏത് റീജിയനിലാണ്? ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ എ ബ്രേക്ക് ഡൗൺ റീജിയൻ. ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഡയോഡാണ് എന്ന് പറയുന്നത് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എവിടെ വർക്ക് ചെയ്യും? റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യും. പിന്നെ എന്താണ് പ്രോപ്പർട്ടി? ഇറ്റ് ഹാവ് എ ഡോപ്പിംഗ് കോൺസെൻട്രേഷനിൽ വ്യത്യാസമുണ്ട്. ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ എന്താണ്? ഹെവിലി ഡോപ്പിംഗ് ആണെങ്കിൽ ലോവർ റിവേഴ്സ് വോൾട്ടേജ് ആണ്. ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഹയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് ഒരു സെനർ ഡയോഡിന്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സെനർ ഡയോഡിന്റെ സിമ്പിൾ ആണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഹെവിലി ഡോപ്ഡ് ആണെങ്കിലും അവിടെ ഏകദേശം നമുക്കിപ്പോൾ ഒരു അതിന്റെ ഡിപ്ലീഷൻ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? വെരി ഹൈ ആയിരിക്കും. നിയർലി ഈക്വൽ ടു എന്താണ്? 5 × 10⁶ ആ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ വോൾട്ടേജ് റേറ്റിംഗ്സ് വരുന്നത്. ഓക്കെ, ഇതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് നമ്മുടെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ റേഞ്ച്, അതായത് തിന്നായിട്ടായിരിക്കും വരുന്നത്. സോ അത്രയും എന്ത് ചെയ്യും? അത്രയും വോൾട്ടേജ് അല്ല, ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, വോൾട്ടേജ് റേഞ്ച് അല്ല, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് റേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? നിയർലി ഈക്വൽ ടു 5 × 10⁸ വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് 5 × 10⁻⁴ വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, അത്രയാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ആണ് റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ മാത്രമല്ല, നമ്മുടെ സിഗ്നൽ ഡിറ്റക്ടേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചിലതിൽ റേഡിയോ വേവ്സിന്റെ ക്യാപ്ചർ, അങ്ങനെ പല ആപ്ലിക്കേഷൻസും ഉണ്ട്. പക്ഷേ മെയിൻ ആപ്ലിക്കേഷൻ ഏതാണ്? ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്ററാണ്. ഓക്കെ, പിന്നീട് ഒരു കാര്യം, ഈ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് റെഗുലേറ്ററിനും അത്യാവശ്യം ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ചിലതിൽ. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു IC ഉണ്ട്. ഓക്കെ, LM7805 എന്നും. 7805 മീൻസ് അതിന്റെ നമ്പർ കോഡ് വെച്ചിട്ട് നമുക്കത് ഏത് IC എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോൾ 7805 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ട് ആയിരിക്കും. ഓക്കെ, 5 വോൾട്ട് ആയിരിക്കും അവിടെ ഔട്ട്പുട്ട് വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും സെമ്മിൽ ഇതിനെക്കുറിച്ച് എക്സാമ്പിൾസ് അവിടെ ചെയ്യും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യും. PGയിൽ അല്ലെങ്കിൽ PGയിലും ചെയ്യും. ഓക്കെ, സിലബസ് നമുക്ക് ഇവിടെ കേരള യൂണിവേഴ്സിറ്റി സിലബസ് ആണെങ്കിൽ ഇപ്പോൾ S3 നമുക്കൊരു ടോപ്പിക് വരുന്നുണ്ട് ഇത് വെച്ചിട്ടുള്ള IC ഒരു കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും സെമ്മിൽ ഉണ്ടാവും. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡീസ് അവിടെ വരും. അപ്പോൾ ഈ ഒരു 7805 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വോൾട്ട് ആണ് എന്ത് കിട്ടുന്നത്? ഇതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, 5 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ 7805
1 2 ഉണ്ട്. ഓക്കെ, 7.12 ആണെങ്കിൽ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 12 വോൾട്ട് ആയിരിക്കും. ഓക്കെ, 12 വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് നെഗറ്റീവ് വോൾട്ടേജ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നെഗറ്റീവ് വോൾട്ടേജ് മീൻസ് നമുക്കിപ്പോൾ 7912 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് -12 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 7905 എന്നൊരു IC നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതോടെ -5 വോൾട്ട് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ കണ്ടീഷൻസ് വരുന്നു. ഇത് നമ്മുടെ ഈ ഒരു ഡയോഡിനെക്കാട്ടിയും അത്യാവശ്യം കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. നല്ല രീതിയിൽ റെഗുലേഷൻസ് കിട്ടുന്നുണ്ട്. നമുക്കൊരു 12 വോൾട്ടിൽ നിന്നൊക്കെ 5 വോൾട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പവർ സപ്ലൈ ഒക്കെ നിർമ്മിച്ച് നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് വോൾട്ടേജിനെക്കാട്ടിയും കുറച്ചുകൂടി അഡ്വാൻസ് എന്ന് വെച്ചാൽ ഈ ICs ആണ്, റെഗുലേറ്റഡ് ICs ആണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് നോക്കുക. ഞാൻ ഇന്ന് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സർക്യൂട്ട്, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ നോക്കേണ്ട ഇതാണ് ഈ ഒരു ഡോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന കാര്യം പറഞ്ഞു. അതൊക്കെ എല്ലാം എക്സാമിനേഷൻ്റെ പോയിന്റ്സ് ആണ് കേട്ടോ. ഇപ്പോൾ പോയിന്റ്സ് ആയി തന്നത് എന്ത് ചെയ്യുക? എല്ലാം ഒരു പാരഗ്രാഫ് ആക്കി എഴുതുക. നമുക്ക് സയൻസ് സബ്ജക്റ്റുകൾക്ക് പാരഗ്രാഫ് കമ്പൽസറി ഒന്നും അല്ല, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാം. കീ പോയിന്റ്സ് ഉള്ള അനുസരിച്ചാണ് വാല്യുവേഷനിൽ നമുക്ക് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു സ്കീം ഉണ്ടാവും. ആ സ്കീമിൽ അവർക്ക് തന്നെ കീ പോയിന്റ്സ് ഉണ്ടാവും. ആ കീ പോയിന്റ്സ് നമ്മുടെ ആൻസർ പേപ്പറിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാർക്ക് തരും. നമുക്ക് പേജ് ഒന്നും കൂട്ടിയിട്ടോ ഒന്നും അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു യൂസ് വരുന്നില്ല. ഓക്കെ, നമുക്ക് പോയിന്റ്സ് ആണ് അവിടെ അത്യാവശ്യം വേണ്ടത്. സർക്യൂട്ട്സ് വരയ്ക്കേണ്ടത് സർക്യൂട്ട് വരയ്ക്കുക, സിമ്പിൾസ് വരയ്ക്കേണ്ടത് സിമ്പിൾ വരയ്ക്കുക. അതാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എന്ത് പറഞ്ഞു? സ്റ്റാൻഡേർഡ് ഡയോഡ് എങ്ങനെയാണ് നമുക്ക് സർക്യൂട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നത്? രണ്ട് രീതിയിൽ വരുന്നുണ്ട്, ഓൺ സ്റ്റേറ്റിൻ്റെയും ഓഫ് സ്റ്റേറ്റിൻ്റെയും. അത് പറഞ്ഞു. പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം അതൊരു ഡെറിവേഷൻ പോലെ ഒരു ചെറിയൊരു ഡെറിവേഷൻ, സിമ്പിൾ ഡെറിവേഷൻ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഐയിൽ ഇത് വെച്ചിട്ട് IL പ്ലസ് IC വെച്ച് നമുക്ക് ചെറിയ ഡെറിവേഷൻ വരുന്നുണ്ട്. ആ ഡെറിവേഷൻ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് വോൾട്ടേജ് സ്റ്റെബിലൈസ് ആകുന്നത്? ഓക്കെ, വെറുതെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇതൊരു സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന കണ്ടീഷൻ നമുക്ക് അവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം.